അപ്പോൾ എല്ലാവർക്കും MI മോഷൻ ഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു 3D ഹെക്സഗൺ ടണൽ എഫക്റ്റാണ്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈറ്റ് മോഷനിലാണ്. അപ്പം നമുക്ക് നേരെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു 4:3 എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇമേജ്, നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുകയാണ്. ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കൊരു പോളിഗൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഷേപ്സിൽ ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ഒരു പോളിഗൺ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പോളിഗൺ ആഡ് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയ ശേഷം ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏകദേശം ഈ ഒരു രീതിയിൽ സൂം ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക് ഇറങ്ങുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ലെയേഴ്സ്, അതായത് ഈ പോളിഗണും അതായത് ഈ രണ്ടാമത്തെ ഈ ഒരു ഇമേജും സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെലക്ട് ചെയ്ത ശേഷം ഈ മുകളിലത്തെ ഈ ലെയേഴ്സ് ഓപ്ഷനിൽ ചെന്ന ശേഷം ഈ മൂന്നാമത്തെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ട് താഴത്തെ ആ ഒരു ഇമേജ് ഒന്ന് ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുക. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രൂപ്പ് ആൻഡ് മാസ്കിൽ പോയ ശേഷം ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്ത ശേഷം ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഷാഡോ എനേബിൾ ചെയ്ത ശേഷം ഇതിൻ്റെ ഒരു സൈസ് ഒരു 50 ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ അതിൻ്റെ സൈസ് 50 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്കിൽ തന്നെ പോയ ശേഷം എഫക്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം റിപ്പീറ്റ് എന്ന സെക്ഷനിൽ പോയ ശേഷം നിങ്ങൾ ലീനിയർ റിപ്പീറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കൗണ്ടിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു പൊസിഷനിൽ ചെന്ന ശേഷം ഏകദേശം ഒരു മിഡിൽ ഭാഗത്തേക്ക് കൊണ്ടുവച്ച് കൊടുക്കാം. ഈ ഒരു പൊസിഷൻ നമ്മൾ മിഡിൽ ഭാഗത്തേക്ക് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് 0 ഡിഗ്രി ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്കെയിലിൻ്റെ ഓപ്ഷനിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം ഈ ഒരു സ്കെയിൽ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു സ്കെയിൽ ഓപ്ഷനിൽ ചെന്ന ശേഷം സ്കെയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 2.60 ആക്കി കൊടുക്കാം. ഓക്കെ, 2.60 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആംഗിളിൻ്റെ ഓപ്ഷനിലേക്ക് വന്ന ശേഷം ആംഗിൾ 150 ഡിഗ്രി ആക്കി കൊടുക്കാം. ഓക്കെ, 150 ഡിഗ്രി ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അത് 150 ഡിഗ്രി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിലേക്ക് വന്ന ശേഷം നമ്മൾ ആദ്യമേ ഒരു കീ ആഡ് ചെയ്യും. അതിനുശേഷം എൻഡിങ്ങിൽ അടുത്ത കീ ആഡ് ചെയ്യും. ഇനി എൻഡിങ്ങിലെ കീ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ഈ ഒരു X ഡിഗ്രി ചെന്ന ശേഷം ഈ ഒരു രീതിയിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഏകദേശം ഒരു 500 ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മളൊരു 500 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗ്രാഫ് ഓപ്ഷനിലേക്ക് പോയ ശേഷം ഒന്ന് മിഡിലേക്ക് വന്ന ശേഷം നമ്മൾ ഈ ഒരു 3 ഡോട്ട്സ്, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു 3 ഡോട്ട്സിൽ ചെയ്ത ശേഷം എനേബിൾ ഓവർഷൂട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഈ ഒരു ഗ്രാഫ് നേരെ താഴേക്ക് ആക്കി കൊടുക്കാം. ഈ ഒരു ലെവലിലേക്ക്, ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഗ്രാഫ് ഈ ഒരു ലെവലിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്ത ആ ഒരു വ്യത്യാസം അവിടെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ താഴത്തെ ഒരു ഇമേജ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടണൽ എഫക്റ്റ് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയ ശേഷം ആദ്യമേ ഒരു കീ ആഡ് ചെയ്യുക, എൻഡിങ്ങിൽ അടുത്ത കീ ആഡ് ചെയ്യുക. അതിനുശേഷം എൻഡിങ്ങിലെ കീ ഏകദേശം ഈ ഒരു രീതിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കർവ് ഓപ്ഷനിൽ വന്ന ശേഷം പേസ്റ്റ് കർവ് കൊടുക്കുക. നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കർവ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജും ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് 1ഉം ഒരുമിച്ച് വേറൊരു ഗ്രൂപ്പ് ആക്കുകയാണ്. ഈ ഒരു ലെയേഴ്സ് ഓപ്ഷനിൽ വന്നിട്ട് ഈ ഒരു ഗ്രീനിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് രണ്ടും ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയ ശേഷം ഈ ഒരു മൂന്നാമത്തെ സൂം ഓപ്ഷനിൽ വന്ന ശേഷം ആദ്യമേ ഒരു കീ കൊടുക്കുക, അതുപോലെ തന്നെ എൻഡിങ്ങിൽ അടുത്ത കീ കൊടുക്കുക. ഇനി ആദ്യത്തെ കീയിൽ ചെന്ന ശേഷം ഇന്നാക്കി കൊടുക്കാം. അതിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്.
അതിനുശേഷം ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ആദ്യത്തെ കീ നമുക്ക് അങ്ങ് സ്റ്റാർട്ടിങ്ങിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഗ്രാഫ് ഓപ്ഷനിൽ വന്ന ശേഷം ഡിസേബിൾ ഓവർഷൂട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലേക്ക് ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജിൽ ആ ഒരു ഐഡിയ, അതായത് ആ ഒരു എഫക്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. ഓക്കെ, അടുത്ത ഇമേജ് നമ്മൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കാം. ഫിൽ സ്ക്രീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്ത ശേഷം നമ്മൾ ഇതിലേക്കൊരു പോളിഗൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഹെക്സഗൺ പോളിഗൺ ആഡ് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിന് ശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ രണ്ട് ലെയേഴ്സ് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാസ്ക് ചെയ്യാം. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ബോർഡർ ആൻഡ് ഷാഡോയിൽ പോയ ശേഷം ഈ ഒരു താഴത്തെ ഈ ഒരു ലെയർ ഡിസേബിൾ ചെയ്തിട്ടാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ബോർഡർ ആൻഡ് ഷാഡോയിൽ പോയ ശേഷം ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഈ ഷാഡോ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സൈസ് നമുക്ക് 50 ആക്കി കൊടുക്കാം. ഓക്കെ, 50 ആക്കി കൊടുത്ത ശേഷം നിങ്ങൾ അപ്പുറത്ത് എഫക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എഫക്റ്റ്, ഓക്കെ, ആ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ അല്ലാതെ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഓൾറെഡി ആഡ് ചെയ്യാമെങ്കിൽ ആഡ് ചെയ്യാതെ തന്നെ മറ്റേതിൽ ആ ഒരു എഫക്റ്റ് കോപ്പി ചെയ്ത് വെച്ചിരുന്നാൽ ഇപ്പോൾ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യാൻ നോക്കാം. ഓക്കെ, ആ ഒരു എഫക്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു എഫക്റ്റ് ഇവിടെ കോപ്പി ചെയ്ത എഫക്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ഈ താഴത്തെ ആ ഒരു എനേബിൾ ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവും. ഇനി ആ ഗ്രൂപ്പ് ആൻഡ് മാസ്കിൽ പോയ ശേഷം എഫക്ട്സിൽ പോയ ശേഷം ലീനിയർ റിപ്പീറ്റിൽ പോയ ശേഷം ഈ ഒരു പൊസിഷൻ നമുക്ക് ചേഞ്ച് വരുത്താം. അതായത് അത് പൊസിഷനിൽ നമ്മൾക്കൊന്നും വരുത്തേണ്ടതില്ല, 0 ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ കീയിലാണ് നമ്മൾ മൈനസ് ആക്കാൻ പോകുന്നത്. ഓക്കെ, അവിടെ ഒരു ഗ്രാഫ് നമ്മൾ ആഡ് ചെയ്യാൻ മറന്നുപോയി. ഈ ലീനിയർ റിപ്പീറ്റ് പൊസിഷനിൽ ഡിസേബിൾ ഓവർഷൂട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു ഡിസേബിൾ ഓവർഷൂട്ട് അല്ല, ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ ഒരു ഇമേജും ഈ ഒരു ഗ്രൂപ്പും നേരത്തെ നമ്മൾ മറ്റേതിൽ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഗ്രൂപ്പ് ആക്കുക. അതിനുശേഷം ഈ ഒരു ഗ്രൂപ്പിൽ വന്ന ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ വന്ന ശേഷം നമ്മൾ ആദ്യമേ ഒരു കീ കൊടുക്കുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് അടുത്ത കീ കൊടുക്കുന്നു. ആദ്യത്തെ കീയിൽ ചെന്ന ശേഷം ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്ത ശേഷം അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു കർവ് ഓപ്ഷൻ ചെന്ന ശേഷം ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു റേഞ്ചിലേക്ക് വേണം കർവ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങ് താഴേക്ക് പോകുന്നതായിട്ടൊന്നും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എഡിറ്റേഴ്സ് ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.